എന്റെ കയ്യിലാകെ തരാനുള്ളത് നീ എടുക്കാൻ ശ്രമിച്ച ജീവൻ മാത്രമാണ്. അത് ഞാൻ നിന്റെ കാൽക്കൽ വെക്കുക. ഇവളെ ഞങ്ങൾ എടുക്കുക. ഇവൾക്കിപ്പോ നിന്നോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. പണ്ട് നിന്നോട് ചെയ്ത തെറ്റുകൾ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് മുരളി പറഞ്ഞിട്ടില്ലേ? റസിയുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടു തന്നേക്കാം. മുംബൈ ചെന്ന് അവിടെ ഉള്ളതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഉണ്ടക്കണ്ണിയും പൊടിമീശക്കാരൻ സ്വപ്നം കണ്ട ജീവിതം വീണ്ടും ആരംഭിക്കാൻ. മുരളിയുടെ ഓർമ്മയുടെ നിഴൽ വീണ ആ ക്യാമ്പസ് കാലത്തിനു ശേഷം കാലമേറെ മുന്നോട്ട് പോയിരിക്കുന്നു. തെറ്റുകളും കുറ്റബോധങ്ങളും മാപ്പ് നൽകലുകളിലൂടെ വഴിമാറിയപ്പോൾ ആ പഴയ സുഹൃത്ത് വലയത്തിൽ പുതിയ ജീവിതങ്ങൾ തളിർത്തു. മുംബൈയിലെ ബിസിനസ്സിൽ നിന്നും സുഖു പിൻവാങ്ങി. തന്റെ ബിസിനസ് സാമ്രാജ്യം വിശ്വസ്തരെ ഏൽപ്പിച്ച് അവൻ കേരളത്തിലേക്ക് താരയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഖവും താരയും ഒന്നായി. ഒരു ലളിതമായ ചടങ്ങിൽ വെച്ച് സുഖു താരയുടെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ പ്രണയം പഴയതിനേക്കാൾ ആഴമുള്ളതായിരുന്നു. ആ പഴയ പൊടിമീശക്കാരൻ കോളേജ് പയ്യന്റെയും അന്നത്തെ ആ പഴയ ഉണ്ടക്കണ്ണയുടെ ഉള്ളിലും പൂവിട്ട് അതേ പ്രണയവുമായി അവർ ജീവിച്ചു. സുഖു തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ബ്രാഞ്ച് കേരളത്തിലും തുടങ്ങി. താരയുടെ നൃത്ത വിദ്യാലയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു തണലായി സുഖു ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് ഭൂതകാലത്തിന്റെ മുറിവുകൾ ഉണക്കി അവർ ആവോളം സ്നേഹിച്ചു. ഇതിനിടെ അയ്യർ സാറും ലക്ഷ്മി അമ്മയും നൽകിയ സ്നേഹത്തിലൂടെ റസിയയുടെ പഴയ മുറിവുകൾക്ക് ഉണക്കം വന്നെങ്കിലും ഒരിക്കലും മായാത്ത മുറിപ്പാട് പോലെ മുരളിയുടെ മുഖം അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ ഉണ്ടായിരുന്നു. അയ്യർ സാർ അവൾക്ക് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു. അങ്ങനെ നാളുകൾക്ക് ശേഷം അവൾ ഒരു അധ്യാപികയായി അവർ പഠിച്ച അതേ കോളേജിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. തന്റെ പഴയ ക്യാമ്പസ് ജീവിതത്തിനും മുരളിക്കൊപ്പമുള്ള മറക്കാനാവാത്ത ഓർമ്മകൾക്കും അവളുടെ അവിടുത്തെ ആ അധ്യാപന ജോലി ജീവൻ നൽകി. റസിയയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിൽ മുൻപന്തിയിൽ തന്നെ സതീഷിനുമുണ്ട്. സതീഷിന് അവളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരിയെ പോലെ തന്നെ താങ്ങായി നിന്നു. അയ്യർ സാറും ലക്ഷ്മി അമ്മയും റസിയയെ മറ്റൊരു വിവാഹത്തിനായി നിർബന്ധിച്ചു. അവളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയെങ്കിലും അവൾ മറ്റൊരാളെ തന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല. താൻ ജീവനതുല്യം സ്നേഹിച്ച മുരളിയെ അവൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറക്കാൻ സാധിച്ചിട്ടില്ല. അവൾ അവന്റെ ഓർമ്മകളിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പയസ് ഇപ്പോഴും അവന്റെ കുടുംബത്തോടൊപ്പം വിദേശത്ത് തന്നെയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സുഖുവിനും താരയ്ക്കും ഒരു മകൻ ജനിച്ചു. അവർ അവന് മുരളി എന്ന പേര് നൽകി. ആ പേര് വിളിക്കുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ അവരുടെ നിഷ്കളങ്കനായ ആ സുഹൃത്ത് മുരളി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അത് സംഭവിച്ചത്. ജീവിതം എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ നൽകുന്നത്. സുഹൃത്തുക്കളെല്ലാം പിണക്കങ്ങളില്ലാതെ എന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച മകന്റെ ആഗ്രഹം സഫലീകരിച്ച ആശ്വാസത്തോടെ അയ്യർ സാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ലക്ഷ്മി അമ്മയ്ക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. അയ്യർ സാറിന്റെ മരണശേഷം ലക്ഷ്മി അമ്മ പൂർണ്ണമായും തളർന്നു. രോഗബാധിതയായി അവർ കിടപ്പിലായി. എന്നാൽ അവരെ പരിചരിക്കാൻ സുഖവും താരയും റസിയയും സതീഷിനുമെല്ലാം ഒപ്പമുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് അവർ സ്വന്തം മക്കളായി തന്നെ മാറി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പയസ് വിദേശത്ത് വലിയ ബിസിനസ്സുകാരനായി മാറി. പക്ഷേ പഴയ സൗഹൃദങ്ങൾ ഒരിക്കലും മറന്നില്ല. സുഖു അവരുടെ കോളേജിൽ മുരളി മെമ്മോറിയൽ സ്കോളർഷിപ്പ് ആരംഭിച്ചു. സംഗീതത്തിൽ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് അത് നൽകി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സുഖുവിന്റെ മകൻ മുരളി വളർന്നു. അവൻ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. താര ഇപ്പോഴും നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുഖു താര നൃത്തം പഠിപ്പിക്കുന്നത് നോക്കി നിൽക്കും. ആ പഴയ പൊടിമീശക്കാരൻ പയ്യന്റെ പ്രണയം അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ട്. സതീശൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. തികച്ചും ലളിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. വാസു അയാളുടെ കൂടെ തന്നെ ഇപ്പോഴുമുണ്ട്. വിദേശത്തുള്ള പയസിന്റെ മകൾ HR മാനേജറാണ്. നാട്ടിലില്ലെങ്കിലും പയസിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും അവൾക്ക് ഏറെ പരിചിതമാണ്. പഴയ ആ ഹോസ്റ്റൽ വാർഡനായ ഫാദർ ഇപ്പോൾ വാർദ്ധക്യ അസുഖങ്ങളാൽ കിടപ്പിലായി. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെയും മറന്നില്ല. സുഖവും സതീഷിനുമെല്ലാം ഇടയ്ക്കിടെ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പയസ് വിദേശത്ത് തിരക്കിലാണെങ്കിലും തക്ക സമയത്തെല്ലാം അയാളുടെ സാന്നിധ്യം അവിടെ എത്തുന്നുണ്ട്. വാർഡൻ ഇപ്പോൾ ആ പഴയ കുറുമ്പന്മാരെ കാണുമ്പോൾ
സ്നേഹത്തോടെ കണ്ണീർ വാർക്കാറുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കോളേജിൽ വീണ്ടും ഒരു ഒത്തുചേരലിന്റെ ദിനം വന്നു. ആ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. കാലം അവരുടെ മുഖങ്ങളിൽ ചുളിവുകൾ വീഴ്ത്തിയെങ്കിലും മനസ്സിലെ സ്നേഹത്തിന് ഒട്ടും മാറ്റമുണ്ടായിരുന്നില്ല. വർഷങ്ങൾ എത്ര കടന്നുപോയാലും അവരുടെ ഉള്ളിൽ നിന്ന് മുരളി ഒരിക്കലും മാഞ്ഞുപോയില്ല. അവരുടെ ഒത്തുചേരലുകളിൽ മുരളിയുടെ ഓർമ്മകൾ ഒരു നനുത്ത നോവായി നിറഞ്ഞു നിന്നു. എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ആ പഴയ കോളേജ് വേദിയിൽ ഗിറ്റാറുമായി പാട്ടുപാടുന്ന ആ ചിരിക്കുന്ന മുരളിയുടെ മുഖം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. അവർ പിന്നീട് നേരെ പോയത് മുരളിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ അസുഖം ഭേദമായ ലക്ഷ്മിയമ്മ ആ പഴയ ഗിറ്റാർ തുടച്ചു മിനുക്കി വെച്ചിട്ടുണ്ട്. സുഗുവിന്റെ മകൻ മുരളി ആ ഗിറ്റാറുമായി പണ്ട് മുരളി കോളേജ് വേദിയിൽ വെച്ച് പാടിയ ആ ഗാനം ആലപിക്കുമ്പോൾ സുഗുവിന്റെയും താരയുടെയും റസിയയുടെയും സതീഷിന്റെയും മനസ്സിലേക്ക് അവരുടെ ആ പഴയ കോളേജ് ജീവിതവും മുരളിയുടെ ചിരിക്കുന്ന മുഖവും ഓടിയെത്തി. തങ്ങളെ പരസ്പരം ചേർത്ത് വെച്ച പിണക്കങ്ങളില്ലാത്ത എന്നാൽ ഇണക്കങ്ങൾ മാത്രമുള്ള പ്രിയപ്പെട്ട സുഹൃത്തായി ശ്വാസമുള്ളിടത്തോളം കാലം വരെ മുരളി അവരുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. ഒന്നിച്ചു ജീവിക്കാനും പരസ്പരം സ്നേഹിക്കാനും അവരെ പഠിപ്പിച്ച വലിയൊരു പാഠമായിരുന്നു അവൻ. മുരളിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശവുമായി അവരെല്ലാം എന്നും ജീവിക്കുന്നു. അവരുടെ സൗഹൃദം ആ ക്യാമ്പസിൽ അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും.